നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പറഞ്ഞൊരു വിഷയം, ഞാനത് അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നൊരു എപ്പിസോഡാണ്. അതായത് ഇപ്പം 2024 ചിങ്ങമാസം പിറന്നു. ഇനി ഒരു വർഷം, അടുത്ത 2025 കർക്കിടക മാസം വരെ നമുക്ക് വരുന്ന ഓരോ നക്ഷത്രക്കാർക്കും വരുന്ന ഫലങ്ങൾ നല്ല ഫലങ്ങളാണോ മോശമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ജ്യോതിഷികൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തത് അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വർഷം ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞത് അത് പോരാ, ഓരോ നക്ഷത്രങ്ങൾക്കും എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് കൂടി പറയണം എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം പറയാതിരുന്നത് അത് അധികമായി പോകും. അവർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെയുള്ളൊരു എപ്പിസോഡ് കൂടി ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യുകയാണ്. അതാണ് ഇന്നത്തെ വിഷയം. 2024 ചിങ്ങം പിറന്നു കഴിഞ്ഞു. അടുത്ത കർക്കിടകം വരെ ഓരോ നക്ഷത്രക്കാർക്കും, അതായത് ഗുണങ്ങൾ ഏതെല്ലാം നക്ഷത്രത്തിന്, ഏതെല്ലാം നക്ഷത്രത്തിന് ദോഷങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വിശദമായി തന്നെ ഞാൻ പറയാം. എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും, അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ, നെഗറ്റീവുകൾ, ആത്മാക്കളെന്ന് പറയാതെ കയറാറുണ്ട്. അങ്ങനെ കയറിയാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനൽ കൂടി അവതരിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ. അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് അങ്ങനെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. 2024 മലയാള വർഷം 1200 ആണ്ട് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ചിങ്ങമാസം പിറന്നു. ഇനി 12 മാസം, അടുത്ത 2025 കർക്കിടക മാസം വരെ ഓരോ നക്ഷത്രക്കാർക്കും ഗുണങ്ങളാണോ ദോഷങ്ങളാണോ എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഞാനത് ആദ്യം അവതരിപ്പിക്കാതിരുന്നത്, ഒരുപാട് ജ്യോതിഷികൾ ഒരുപാട് എപ്പിസോഡുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവതരിപ്പിക്കാതിരുന്നത്. പക്ഷേ എങ്കിലും എന്നെ കാണുന്ന ഒരുപാട് പേര് പറഞ്ഞു അത് പോരാ, ഞാനും കൂടി അവതരിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തുടക്കമേ ഞാനൊരു കാര്യം ഞാൻ പറയാം. ഒരു കാരണവശാലും ഇത് കേട്ടതിന് ശേഷം ഞാൻ ഈ പറയുന്ന, അല്ലെങ്കിൽ മറ്റുള്ള ജ്യോതിഷികൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ നക്ഷത്രം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നു, അശ്വതിയാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. അശ്വതി നക്ഷത്രത്തിന് വളരെ നല്ലൊരു സമയമാണ്. തിരുവോണ നക്ഷത്രമൊക്കെ വളരെ നല്ല സമയമാണ് പറയുന്നത്. പക്ഷേ നല്ല സമയമായതുകൊണ്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ അധ്വാനത്തിന് ഫലം തരും എന്നുള്ളതാണ് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വെറുതെ ഇരുന്നാൽ ഒരിക്കലും ഒരു ഭാഗ്യങ്ങളും നമ്മളെ തേടി വരില്ല എന്നുള്ളതാണ്. ഒരു ലോട്ടറി നമുക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ പോലും വീട്ടിൽ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ. അത് നമ്മൾ പോയി ലോട്ടറി നമ്മുടെ കൈക്കലാക്കിയാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെയാണ് എല്ലാ തരത്തിലും ഭാഗ്യങ്ങൾ ഉണ്ട്. അപ്പം ഈ വർഷം എനിക്ക് വലിയ ഭാഗ്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കാം എന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് അങ്ങനെയുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടില്ല. അതുപോലെ ദോഷങ്ങൾ, ചില നക്ഷത്രങ്ങൾക്ക് ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആ ദോഷങ്ങൾ വരാനുള്ള സാധ്യതയാണ് പറയുന്നത്. പക്ഷെ അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന, ആ ദോഷങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്. അതൊക്കെ ചെയ്താലും നമുക്ക് ആ ദോഷങ്ങൾ വരാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പം ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു കാര്യം വേണം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഭാഗ്യങ്ങൾ നമുക്ക് അധികമായി കിട്ടുവാനും, നമുക്ക് ഇപ്പോൾ ഈ വർഷം പറയുന്ന ഭാഗ്യങ്ങൾ അത് അതേപടി നമുക്ക് പൂർണ്ണമായും ലഭിക്കുവാനും, ദോഷങ്ങൾ വരാതിരിക്കുവാനും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈശ്വര ആരാധന തന്നെയാണ്. നമ്മൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ നമ്മൾ കുറച്ചധികമായി ആരാധിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ഒരു അടിസ്ഥാനമായിട്ട് പറയുന്നുള്ളൂ. അതായത് ഈ ഫലങ്ങൾ കിട്ടുവാനും ദോഷങ്ങൾ കിട്ടാതിരിക്കുവാനും ഈശ്വര ആരാധന മാത്രമേ നമുക്ക് ഒരു ആശ്രയമായിട്ട് പറയുന്നുള്ളൂ. പക്ഷേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്കൊരു പ്രകൃതി ദുരന്തം ഉണ്ടായി. ഇത് ആദ്യത്തൊന്നുമല്ല, ഒരുപാട് ദുരന്തങ്ങൾ, രോഗങ്ങളായിട്ടും പ്രളയങ്ങളായിട്ടും അതുപോലുള്ള മറ്റ് ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, ഇനി എന്തെല്ലാം വരാതിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമാണ്. പക്ഷെ ഈ ദുരന്തങ്ങൾ വരുമ്പോൾ ഒരു പ്രദേശത്തുള്ള 500-1000 പേര് മരിച്ചുപോയി. അപ്പം ഇതിൽ അശ്വതി നക്ഷത്രക്കാർ കാണും, തിരുവോണ നക്ഷത്രക്കാർ കാണും, ഇങ്ങനെ ഒരുപാട് പേരുണ്ടാകും. ദോഷങ്ങൾ അനുഭവിക്കേണ്ട നക്ഷത്രക്കാരുണ്ടാകും. ഇവരെല്ലാവരും തുല്യരായിട്ട് ഒലിച്ചങ്ങ് പോയി. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്.
അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സമൂഹ ജീവിയാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരല്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായ ദുരന്തം നമുക്കുണ്ടായിട്ടുള്ള ഈ ഉരുൾപൊട്ടൽ, ആ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രകൃതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആ അറിവ് അത് മനസ്സിലാക്കിയിട്ട് നാക്കെടുക്ക പ്രാണികളെന്ന് നമ്മൾ പറയുന്ന മൃഗങ്ങൾ പോലും ഓടി രക്ഷപ്പെട്ടു. പക്ഷെ മനുഷ്യരായ നമുക്ക് അറിവ് കിട്ടിയിട്ട് പോലും നമ്മുടെ വലിയ ടെക്നോളജികൾ വെച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രളയമുണ്ടാകും, ആൾക്കാരെ മാറ്റി താമസിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അതിൽ ശ്രദ്ധിക്കാതിരുന്ന നമ്മൾ തന്നെയാണ് ഈ ദുരന്തം വരുന്നതിന് കാരണം. അപ്പോൾ ദുരന്തങ്ങൾ വരും, അതിനെ പ്രതിരോധിക്കാനും കൂടിയാണ് മനുഷ്യന് എല്ലാ ബുദ്ധിയും ശക്തിയും ദൈവം തന്നിരിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കണം എന്നാണ്. അപ്പം ഞാൻ തുടക്കം പറഞ്ഞത് മനുഷ്യൻ എന്ന് പറഞ്ഞൊരു സമൂഹ ജീവിയാണ്. അവൻ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. അവനെ ഭരിക്കുവാനായിട്ട് ഒരു ഭരണ സംഘത്തിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തിരഞ്ഞെടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരാണ് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത്. അപ്പോൾ ഭരണാധികാരികൾ അവർ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല ഫലങ്ങൾ അനുഭവിക്കാനുള്ള ആൾക്ക് അത് അനുഭവിക്കുവാനും ദോഷങ്ങൾ വരുന്നവർക്ക് ദോഷങ്ങളെ കുറയ്ക്കുവാനും അവർ കൂടി വിചാരിച്ചാലേ സാധിക്കുള്ളൂ. മൃഗങ്ങളെ ഭരിക്കാൻ ആരുമില്ല, അതുകൊണ്ട് അവർ സ്വയം ഓടി രക്ഷപ്പെട്ടോളും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും അനുമതികൾ പലത് വേണം. അതിന് നമ്മളെ സംരക്ഷിക്കുവാനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അങ്ങനെയുള്ള ആപത്തുകളിൽ നമ്മളെ പെടുത്താതിരിക്കുവാൻ, ആപത്തുകൾ വന്നാൽ അതിൻ്റെ മുൻകരുതലുകൾ എടുക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഓരോ ഭരണാധികാരികളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അവിടെ നമുക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റു വിവേചനങ്ങളോ ഒന്നും നമ്മൾ അതിനകത്ത് കൊണ്ടുവരാൻ പാടില്ല. വ്യക്തി നമ്മളെ ഭരിക്കാൻ പറ്റുന്ന ആളാണോ എന്നുള്ള ഒരു ശ്രദ്ധയോടുകൂടി, എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ഭരണാധികാരികളെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അതിന് കാരണക്കാരായ നമ്മൾ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തിനു പറഞ്ഞു ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ മുന്നിൽ ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുത്ത് തരുന്നത് ദൈവമല്ല, നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ ദുരന്തത്തിലേക്ക് തന്നെ, ഒരു രാജ്യത്തിൻ്റെ ദുരന്തത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് നമ്മുടെ അനുഭവങ്ങൾ. ഞാൻ ഒരു ഭരണാധികാരിയെയും കുറ്റം പറയുന്നതല്ല. ഞാൻ എന്നെ തന്നെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ എന്നോടൊപ്പമുള്ള എൻ്റെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ എനിക്ക് അറിവുള്ളവരെ ഞാൻ കുറ്റം പറയണം. നമ്മളുടെ തിരഞ്ഞെടുപ്പ് പാളിച്ച പറ്റിയോ നമ്മളത് ശ്രദ്ധിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, ഇത്രയും ക്രൂരമായി പ്രവർത്തിക്കുന്ന എത്രയോ ഭരണാധികാരികളുണ്ട്, ആ ഭരണാധികാരികൾക്ക് ഒരു ദോഷവും വരുന്നില്ലല്ലോ, അവരും അവരുടെ കുടുംബവും നന്നായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ദുഷ്ടതകൾ കാണിക്കുന്നത്? ഇപ്പോൾ ഭരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞ്, പൊതുവേ ഉള്ള ദുഷ്ടതകൾ കാണിക്കുന്ന ഭരണാധികാരികൾ ഒരുപാട് പേര് മുന്നും ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ഉള്ളവർക്ക് എന്തുകൊണ്ട് ദൈവം ശിക്ഷ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അവർ ജനിച്ചപ്പോഴേ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ആയിരുന്നില്ല. ജനങ്ങളാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആരെയാണ് ശിക്ഷിക്കേണ്ടത്? ആ ജനങ്ങളെ. ആ ശിക്ഷയാണ് കൂട്ടത്തോടുകൂടി നമ്മൾ മണ്ണും ചെളിക്കും മരങ്ങൾക്കും ഇടയിൽ കൂടി ഇങ്ങനെ അടിച്ചു, അവയവങ്ങൾ ഒടിഞ്ഞും അവസാനം ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇപ്പം ജനങ്ങളാണ് ശക്തി. ജനങ്ങളെന്ന ശക്തിക്ക് പാളിച്ച പറ്റിയാൽ അതിൻ്റെ ദോഷഫലങ്ങളും ജനങ്ങൾ തന്നെ അനുഭവിക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞത് ആരെയും ഉദ്ദേശിച്ചിട്ടല്ല, ഒരു ഭരണാധികാരിയെയും ഉദ്ദേശിച്ചിട്ടല്ല. നമുക്ക് മുൻപ് സംഭവിച്ചു പോയിട്ടുള്ള പല കാര്യങ്ങളും, പല രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. നമ്മുടെ അവകാശമാണ് ഓരോ ഭരണാധികാരികളെയും തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അത് സത്യസന്ധമായി വിനിയോഗിക്കുക. അതിൽ ജാതി മതം രാഷ്ട്രീയം ഒന്നും കലർത്താതെ നല്ല വ്യക്തികളെ തിരഞ്ഞെടുത്താൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും അധികമൊന്നും ഭൂമിയിൽ ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ മലയാള വർഷം 1200 ആണ്ട് പിറന്നു കഴിഞ്ഞു. അതിൽ ആദ്യത്തെ മേടം രാശി അശ്വതി ഭരണി കാർത്തിക കാൽവാഹമേ ഉള്ളൂ, എങ്കിലും അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമായിട്ടാണ് ഈ ഒരു വർഷം പറയുന്നത്. അതായത് ഇപ്പോൾ ചിങ്ങം പിറന്നു, അടുത്ത കർക്കിടക മാസം വരെ വളരെ നല്ല സമയമാണ്. അവർക്ക്
വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനോ, ദാമ്പത്യ ജീവിതങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരുന്നവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവാഹമോചനത്തിലേക്ക് വരെ പോകാൻ തയ്യാറായിരിക്കുന്നവർ അതെല്ലാം മറന്ന് ഒന്നിച്ച് സന്തോഷമായി ജീവിക്കുവാനുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെയാണ് വിദ്യയിൽ വിജയം. വിദ്യാർത്ഥികളാണെങ്കിൽ നന്നായി പഠിച്ചാൽ അവർക്ക് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ വിദ്യയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക വരവ്, പുതിയ ഭൂമി വാങ്ങിക്കാനോ വീട് വയ്ക്കുവാനോ, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഭൂമിയിൽ പുതിയ വീട് വെക്കാനോ, ഉള്ള വീട് നവീകരിക്കുവാനോ, എന്തിനു പറയുന്നു, വിചാരിക്കുന്ന സകല കാര്യങ്ങളും നടന്നു കിട്ടുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം, അതായത് മേടം രാശിക്കാർക്ക്. ഇത് ഈ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ ഈ 3 നക്ഷത്രക്കാർക്ക് അവർക്ക് ഗുണങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, വെറുതെ വീട്ടിൽ ഇരുന്നാൽ പറ്റത്തില്ല. നന്നായി അധ്വാനിച്ചാൽ, അതായത് തൊഴിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുവാനും, രോഗങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി നേടുവാനും, അത് വെറുതെ നമ്മൾ വീട്ടിലിരുന്നാൽ പറ്റത്തില്ല. നല്ല രീതിയിൽ ചികിത്സകൾ തേടിയാൽ അതിൻ്റെ ഫലം, നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടുവാനുള്ള യോഗം ഈ മേടം രാശിക്കാർക്ക്, അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം വരുന്ന രാശിക്കാർക്ക് പറയുന്നുണ്ട്. മലയാള വർഷം 1200 ആണ്ടില് ഈ 3 നക്ഷത്രക്കാർക്ക്, മേടം രാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ട് തന്നെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് ഗുണങ്ങൾ കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ മടിപിടിച്ചിരിക്കാതെ നന്നായി പ്രവർത്തിക്കുക. കഴിയുന്നത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. ദൈവത്തിനോട് നമ്മൾ കൂടുതൽ അടുക്കുക. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. മറ്റുള്ളവരോട് ശത്രുത വെച്ച് പുലർത്താതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ 3 നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം വളരെ ഗുണകരമായി തന്നെ കാണുന്നുണ്ട്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക, രോഹിണി, മകയിരം, ഈ 3 നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവർക്കും ഇത് നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗുണകരമായിട്ടുള്ളതാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ധനനഷ്ടത്തിനുള്ള സാധ്യത അവർക്ക് പറയുന്നുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ ചിലവ് നടത്തിയാൽ നമുക്ക് ധനനഷ്ടം വരും. ധനനഷ്ടം വന്നു പോയാൽ പിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ താഴേക്ക് പോകും. അതായത് പിന്നെ മാനസികമായിട്ട് പോലും നമുക്ക് വളരെ ഒരു വിഷമം ഉണ്ടാകും, പരാജയ ബോധം നമുക്കുണ്ടാകും. അങ്ങനെ ഒരു പരാജയ ബോധം നമ്മളിലേക്ക് വന്നാൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നഷ്ടത്തിലേക്ക് പോകും. അപ്പൊ സകല കാര്യങ്ങളും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച, സന്തതികളെ കൊണ്ടുള്ള ഗുണങ്ങൾ, പുതിയ ഭൂമി വാങ്ങിക്കാനോ പുതിയ വീട് വെക്കുവാനോ ഒക്കെ ഉള്ള യോഗങ്ങളൊക്കെ എല്ലാ നന്മകളും പറയുന്നുണ്ടെങ്കിൽ പോലും ധനനഷ്ടം, അതായത് നമ്മൾ സൂക്ഷ്മതയോടുകൂടി പണത്തിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നഷ്ടം വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയുവാൻ പറയുന്നില്ല. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാര് വളരെ കാര്യമായി തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഗുണങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് നിന്നും ധനനഷ്ടം അത് നമ്മൾ ചെറുതായിട്ട് കണക്കാക്കിയാൽ ആ ധനം നമ്മുടെ കയ്യിൽ നിന്ന്, അതായത് നമ്മൾ അധ്വാനിക്കുന്ന പണം നമുക്ക് ഉപകാരം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഉപകാരമില്ലാത്ത വിധത്തിലേക്ക് അത് നഷ്ടമായി പോയാൽ പിന്നെ നമുക്ക് മറ്റൊന്നും നേടിയിട്ട് കാര്യമില്ല. അപ്പൊ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അടുത്തത് മിഥുനം രാശിയാണ്. മകയിരം, തിരുവാതിര, പുണർതം, ഈ 3 നാളാണ് ഇതിനകത്ത് വരുന്നത്. ഈ 3 നാളുകാർക്കും അത്ര ഗുണം പറയുന്നില്ല. പക്ഷെ ഗുണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം നമുക്ക് ദോഷങ്ങളും പറയുന്നുണ്ട്. അത് നമ്മുടെ സ്വയം പ്രവൃത്തി കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് പല കാര്യങ്ങളും വരാം. കാരണം നമുക്ക് എല്ലാ കാര്യത്തിലും, തൊഴിലിലും ഒക്കെ ഉയർച്ച പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചില സംസാര രീതികൾ കൊണ്ട് ശത്രുതകൾ ഉണ്ടാകാം. അത് നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കുക. ഈ ഒരു വർഷം നമ്മൾ ആവശ്യമില്ലാതെ ആരിടത്തും വഴക്കടിക്കാൻ പോകാതിരിക്കുക. ബന്ധുജനങ്ങളോടായാലും, നമ്മുടെ സ്വന്തം കുട്ടികളോടായാലും, നമ്മുടെ വീട്ടിലെ ഭാര്യയോടായാലും ഒന്ന് ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോകുക. ആ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അത് അത്ര ശുഭകരമല്ല. അപ്പൊ മറ്റെല്ലാ കാര്യത്തിലും നമുക്ക് ഉയർച്ച പറയുന്നു, തൊഴിലിലൊക്കെ ഉയർച്ച പറയുന്നുണ്ട്. പക്ഷെ തൊഴിലിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനോടൊപ്പം നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ, അതായത് കുറച്ച് വിധേയത്വം കാണിക്കണം എല്ലാവരോടും. എടുത്തടിച്ച് കണക്ക് മറുപടി പറയാതിരിക്കുക. ഓരോ കാര്യങ്ങളും മറുപടി കൊടുക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അതായത് നമ്മുടെ നാവ് നമ്മളെ ചതിക്കുവാനുള്ള ഒരു സാധ്യത നമുക്കിതിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗുണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ ഗുണങ്ങളെ, അല്ലെങ്കിൽ ആ ഭാഗ്യങ്ങളെ നമ്മളിൽ നിന്നും അകറ്റിക്കളയുവാൻ നമ്മുടെ നാവ് ചിലപ്പോൾ അതിന് കാരണമാകും. അപ്പൊ ഈ പറഞ്ഞ 3 നക്ഷത്രക്കാര്, മകയിരം, തിരുവാതിര, പുണർതം, ഈ 3 നക്ഷത്രക്കാരും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം.
അതായത് മിഥുന രാശിക്കാര് അങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് ഭാഗ്യങ്ങൾ വരും. പക്ഷെ ആ ഭാഗ്യങ്ങൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ വരുന്ന ഭാഗ്യങ്ങൾ അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ വിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രം. ഇത് മിക്ക ആൾക്കാരും പറയും ആയില്യം നക്ഷത്രം വളരെ മോശമാണെന്നൊക്കെ പറയും. പക്ഷെ അല്ല, ഈ ഒരു വർഷം ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് വളരെ അടിച്ചു കയറുന്ന ഒരു നക്ഷത്രമാണ്. ഒരുപാട് ഭാഗ്യങ്ങൾ പറയുന്നുണ്ട് എല്ലാ മേഖലയിലും. ഞാൻ ഒന്നൊന്നായി എടുത്ത് പറയുന്നില്ല, എല്ലാ മേഖലയിലും നമുക്ക്, അതായത് വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ അത് നടക്കും. വിദേശ പഠനത്തിന്, ഉപരിപഠനത്തിന് പറ്റിയാണ് നടക്കും. പുതിയ ഭൂമി വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചാലോ വിവാഹം നടത്തണമെന്ന് സാധിച്ചാലോ ഒക്കെ അതിനെല്ലാം പറ്റിയ നല്ല സമയമാണ്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രം കർക്കിടക രാശിക്കാര് അവര് വളരെ വളരെ നന്നായി മുന്നോട്ട് വരാനുള്ള സാധ്യത തന്നെയാണ് ഈ ഒരു വർഷം കൊണ്ട് 2024 ചിങ്ങം തുടങ്ങി 2025 കർക്കിടകം വരെ കാണുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത്, നമ്മൾ ഇത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് ദൈവം ഈ രാശിയിൽ കൂടി കാണിച്ചു തരുന്നത്. അതല്ലാതെ ചുമ്മാ കയ്യും കെട്ടി വീട്ടിലിരിക്കുന്ന മടിപിടിച്ചിരിക്കുന്ന ഒരാൾക്കുള്ള ഫലത്തിനെ കുറിച്ചല്ല പറയുന്നത്. നന്നായി അധ്വാനിക്കുന്നവർക്ക് കൂടുതൽ അധികമായി ഗുണങ്ങൾ കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കർക്കിടകം രാശി, പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷം വളരെ നല്ലതായി തന്നെയാണ് കാണുന്നത്. അടുത്തത് ചിങ്ങരാശിക്കാരാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ പെടുന്നവരാണ്. അവരൊരുപാട് ശ്രദ്ധിക്കണം. അത്ര നല്ല ഗുണങ്ങളൊന്നും പറയുന്നില്ല. അതായത് ദോഷങ്ങളാണ് അധികമായും പറയുന്നത്. കുടുംബ ജീവിതമൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കേസിലോ വഴക്കിലോ ചെന്ന് പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം. സാമ്പത്തികം നന്നായി ശ്രദ്ധിക്കണം. ആരോട് സംസാരിക്കുമ്പോൾ, സ്വന്തം കുട്ടികളോട് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ശത്രുത മറ്റുള്ളവരിൽ നിന്നും പെട്ടെന്ന് വരാനും അത് വലിയ വൈരാഗ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക്, ചിങ്ങരാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു വർഷം കടന്നു പോകാനായിട്ട്. അവർക്ക് ആയില്യം നാളുകളിൽ നാഗക്ഷേത്രങ്ങളിൽ പോയി സർപ്പപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നൂറുംപാലം നടത്തുകയോ അല്ലെങ്കിൽ നാഗർക്ക് മഞ്ഞപ്പൊടി, പാല്, തൈര്, മഞ്ഞപ്പട്ട്, അങ്ങനെ മഞ്ഞഹാരം എന്തെങ്കിലും വാങ്ങിച്ച് നടക്കി വെച്ചു പ്രാർത്ഥിക്കുകയോ ആയില്യം നാളുകളിൽ അത് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ആയില്യം നക്ഷത്രം അല്ലെങ്കിൽ പോലും നാഗർക്ക് വഴിപാടായിട്ട് എന്തെങ്കിലും നടത്തുക. സ്വന്തം നാളും പേരും പറഞ്ഞ് അർച്ചനയെങ്കിലും നടത്തുന്നത് ഈ ദോഷങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് ഗുണകരമായിരിക്കും. ചിങ്ങരാശിയിൽ പറഞ്ഞ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാര് ഈ ഒരു വർഷം ഒരുപാട് ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അടുത്തത് കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര 3 നക്ഷത്രക്കാര്. അവർക്ക് ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ നല്ല ഗുണങ്ങൾ തന്നെയാണ് അവർക്ക് പറയുന്നത്. അതായത് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുവാനും, കൂടുതൽ ധനലാഭം ഉണ്ടാകാനും, ഭൂമി ലാഭം ഉണ്ടാകാനും, ദാമ്പത്യ ജീവിതം ഗുണകരമായി വരാനും ഒക്കെ ഉള്ളൊരു സാധ്യത വളരെ കൂടുതലായി തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവർ നന്നായി പ്രവർത്തിച്ചാൽ വളരെ ഐശ്വര്യത്തോടുകൂടി അവർക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ, മുന്നോട്ട് പോകുവാൻ ഈ ഒരു വർഷം സാധിക്കും എന്നുള്ളതാണ്. അതായത് കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ അവരൊരുപാട് ശ്രദ്ധയോടുകൂടി, അതായത് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഈശ്വരാരാധനയെല്ലാം നന്നായി നടത്തുക, സന്ധ്യാസമയങ്ങളിൽ വീട്ടിൽ വിളക്ക് കത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ അവർക്ക് ഈ ഒരു വർഷം ജീവിതത്തിൽ ഒരുപാട് വിജയിക്കുവാൻ സാധിക്കും. അടുത്ത തുലാം രാശിക്കാരാണ്. ചിത്തിര, ചോതി, വിശാഖം ഈ 3 നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും വിജയമാണ്. പക്ഷെ രോഗങ്ങൾ കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ വരാം. എല്ലാ കാര്യത്തിലും നല്ലത് തന്നെ പറഞ്ഞു, പക്ഷെ രോഗങ്ങളാണ് അവർക്ക് ഈ ഒരു വർഷത്തിൽ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അങ്ങനെ രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് അവർ വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, സ്വന്തം നാളും പേരും പറഞ്ഞ് അർച്ചന നടത്തിക്കുക, അതുപോലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, മഹാവിഷ്ണു വ്യാഴാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പാൽപായസത്തിന് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാനുള്ള സാധ്യത. ബാക്കി എല്ലാ കാര്യത്തിലും, അതായത് തൊഴിലിൽ വിജയം, ദാമ്പത്യ വിജയം, സാമ്പത്തിക വരവ്, സന്തതികളിൽ നിന്നും സൗഖ്യം, ബന്ധുജനവർദ്ധനവ്, ശത്രുദോഷങ്ങളിൽ നിന്നൊക്കെ രക്ഷ, ഇതൊക്കെ ഉണ്ടായാൽ പോലും രോഗങ്ങളാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അതിന് പരിഹാരവും പറയുന്നുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രത്തില്, അതായത് വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഈ ഒരു വർഷം കടന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത വൃശ്ചിക രാശിയാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാര്. അവർക്കും ചില നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം
ഈ ദാമ്പത്യ ജീവിതത്തിലും സ്വന്തം കുട്ടികൾക്കും സന്തതികൾക്കും ദോഷങ്ങൾ വരാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. അത് നമുക്ക് എത്ര നന്മകൾ, എത്ര ഭാഗ്യങ്ങൾ മറ്റു ഭാഗത്തു നിന്ന് വന്നാലും കുടുംബത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അലച്ചിലോ അല്ലെങ്കിൽ ഒരു അസ്വാരസ്യങ്ങളോ ഉണ്ടാകുക, സന്തതികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ ഒക്കെ നമ്മളത് മാനസികമായിട്ട് ഒരുപാട് ബാധിക്കും. അപ്പോൾ നല്ല ഫലങ്ങൾ വരുന്നതിനോടൊപ്പം നമുക്ക് ഇതുപോലുള്ള ദോഷങ്ങളും വരാനുള്ള സാധ്യത വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കൊണ്ട് സംഭവിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് തന്നെ പറയാം. നന്മകൾ ഉണ്ടെങ്കിലും നന്മകളോടൊപ്പം ചില ദോഷങ്ങളും, ആ ദോഷങ്ങൾ സന്തതികളിൽ നിന്നും നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിന്നും ബുദ്ധിമുട്ടുകൾ വരാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. അതിന് പരിഹാരമായിട്ട് സർപ്പപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, ആയില്യ നക്ഷത്രത്തിൽ നാഗർക്ക് വഴിപാട് നടത്തുക. ഇല്ലാതെ ഏതു ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോയാലും വിശേഷ വിധിയായി നാഗങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടുകൾ നടത്തുക. അതായത് നാഗ പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളോ സന്തതികൾക്ക് ദോഷം വരുന്നതിനോ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം. ഈ 3 നാളുകാർക്കാണ് ഇത് സുഖദുഃഖ സമ്മിശ്രം എന്നാണ് പറയാം ഇവരുടെ ഫലം. അതായത് സുഖദുഃഖ സമ്മിശ്രം എന്ന് വെച്ചാൽ 50% വിജയവും 50% ദോഷങ്ങളും. അപ്പോൾ ദോഷങ്ങൾ നമ്മുടെ ഭാഗ്യങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഭാഗ്യം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റില്ല, അനുഭവിക്കാൻ ഭാഗ്യങ്ങൾ വന്നാൽ പോലും നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ള. അതായത് സമ്പത്ത് വരും, പക്ഷെ സമ്പത്ത് വരുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ചിലവ് നമുക്ക് ഉണ്ടായാലോ. ഒരു വീട് വെക്കാൻ പറ്റുന്നു, പക്ഷെ അത് പൂർത്തീകരിക്കാൻ കാശും കയ്യിലുണ്ട്, പൈസ എല്ലാം കയ്യിലുണ്ട്, പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നാലോ. നമുക്ക് വാഹനമുണ്ട് യാത്ര ചെയ്യാൻ, പക്ഷെ അതിൽ നമുക്ക് അപകടങ്ങൾ വന്നാലോ. ഇതുപോലുള്ള പല കാര്യങ്ങൾ. കുട്ടികളെ നന്നായി പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവർ പഠിക്കാതെ വഴിതെറ്റിപ്പോയാലോ. ഇതുപോലുള്ള ദോഷങ്ങൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യത, മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യത വളരെ വലുതായി തന്നെയാണ് ഈ ഒരു വർഷം കാണുന്നത്. മഹാവിഷ്ണുവിനെയും ശാസ്താവിനെയും സർപ്പങ്ങളെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഈ നക്ഷത്രക്കാര്, മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാര് ഈ ഒരു വർഷം ചെയ്താൽ ദുഃഖങ്ങൾ അധികമായി വരാതെ ഒരു പരിധി വരെയൊക്കെ വന്നിട്ട് നമുക്കതൊന്നും വലിയ ദോഷമില്ലാത്ത വിധത്തിൽ ആ ദോഷങ്ങൾ ഇല്ലാതായി പോകുവാനും ഭാഗ്യങ്ങൾ, വരുന്ന ഭാഗ്യങ്ങൾ നമുക്ക് ഗുണകരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുവാനും സാധിക്കും. ഈ പറഞ്ഞ ദേവതാ പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയാകും. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം. ഈ 3 നക്ഷത്രക്കാര്, അവരെക്കുറിച്ച്, ആ നക്ഷത്രക്കാരെ കുറിച്ച് ഒന്നും പറയാനില്ല. കാര്യം ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ് അവർക്ക് വരുന്നത്. ജീവിതത്തിൽ സർവ്വകാര്യങ്ങളും വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അധികമായി ഒന്നും പറയാനില്ല. ഏറ്റവും ഗുണകരമായി വരുന്ന നക്ഷത്രങ്ങളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാര്. പക്ഷെ അവരും ഞാൻ ഈ പറഞ്ഞതുപോലെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നന്നായി പ്രവർത്തിച്ചാൽ, നല്ല രീതിയിൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ, ക്ഷേത്ര ദർശനങ്ങളും കാര്യങ്ങളും നടത്തുക, നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമാക്കിയാൽ വളരെ നന്നായിട്ട് 2024 ഏറ്റവും ഉയരത്തിലേക്ക് എത്താൻ പറ്റുന്ന നക്ഷത്രക്കാരാണ് ഇവരെ. അപ്പം നിങ്ങളുടെ പ്രവൃത്തികൾ നന്നാക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഈശ്വര ചിന്ത, അത് എന്നും ക്ഷേത്രത്തിൽ പോയി വരം കിടക്കണമെന്നല്ല പറഞ്ഞ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോവുക. എപ്പോഴും നല്ല ചിന്തകളോട് മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനേ പറ്റുന്നില്ല. അടുത്തത് കുംഭം, അവിട്ടം, ചതയം, പൂരുട്ടാതി. ഈ 3 നക്ഷത്രക്കാരാണ്. ഈ 3 നക്ഷത്രക്കാർക്ക് അത്ര നല്ല സമയമല്ല, അത്ര നല്ലതെന്നല്ല, ഒട്ടും നല്ല സമയമല്ല. ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അതായത് കുടുംബ ബന്ധങ്ങൾ പോലും തകർന്നു പോകാം, ജോലി നഷ്ടപ്പെടാം, വിദേശത്ത് ജോലി ഇരിക്കുന്നവർ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത. നമുക്ക് ഒരു രീതിയിലും നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുട്ടാതി എന്ന് പറയുന്നത്. അപ്പൊ ഈ നക്ഷത്രക്കാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക. അതായത് ശനിപ്രീതി, ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും നമ്മൾ നീരാഞ്ജനം നടത്തിക്കുക. അതുപോലുള്ള നാഗക്ഷേത്രങ്ങളിൽ നാഗപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. ഗണപതി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, ചാമുണ്ഡി ദേവി ക്ഷേത്ര ദർശനം, ഇതൊക്കെ നടത്തിയാൽ ദോഷങ്ങളുടെ കാഠിന്യം കുറയും. ഭാഗ്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്, പക്ഷേ ദോഷങ്ങളുടെ കാഠിന്യങ്ങളെ കുറയ്ക്കുവാൻ സാധിക്കും. അവിട്ടം, ചതയം, പൂരുട്ടാതി എന്ന് പറയുന്ന 3 നക്ഷത്രക്കാരാണ്. അവരൊരുപാട് ശ്രദ്ധയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി.
ഇവർക്ക് സുഖദുഃഖ സമ്മിശ്രമാണ് ഇവരുടെയും ജീവിതം എന്ന് പറയുന്നത്. ഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും ആ ഭാഗ്യങ്ങൾ പൂർണ്ണമായും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പലവിധ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യത വളരെ വലുതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഒരുപാട് ശ്രദ്ധിക്കുക. അതിന് നമുക്ക് ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിന്, അപ്പൊ അത് ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വരുന്ന ഭാഗ്യങ്ങൾ നമുക്ക് പൂർണ്ണമായും അനുഭവിക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനേക്കാളും വേഗം നമ്മൾ ചെയ്യേണ്ടത് ദോഷങ്ങളുടെ കാഠിന്യത്തെ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ളത് ശനി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ. ശനിയാഴ്ച ദിവസം ശാസ്താ ക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം, അതുപോലെ ശനിപ്രീതിക്ക് വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോകാം, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകാം, അങ്ങനെയുള്ള ആരാധന നടത്തുക. നാഗപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനും പ്രത്യേകിച്ച് വഴിപാടുകൾ നടത്തുക. ഗണപതിക്ക് നമ്മൾ വഴിപാടുകൾ നടത്തുക. അതുപോലെ വെള്ളിയാഴ്ച ദിവസം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകൾ നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ പെടുന്ന ആൾക്കാർക്ക് അവർക്ക് ഗുണങ്ങൾ വരുന്നുണ്ടെങ്കിലും ഗുണത്തിനോടൊപ്പം തന്നെ അത് വരുന്ന ഗുണങ്ങളെ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിലെ അതിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില ദോഷങ്ങൾ കൂടി നമുക്ക് ഇതിനോടൊപ്പം നിൽക്കുന്നുണ്ട്. നമ്മൾ അതിൽ കൊണ്ട് നമുക്ക് വരുന്നത്, ഇപ്പം നമുക്കൊരു ഭാഗ്യം വന്നാലും ആ ഭാഗ്യം വരുന്ന സമയത്ത് തന്നെ മറ്റൊരു ദുഃഖം നമ്മളിലേക്ക് വന്നാൽ ഇതിന്റെ ഒരു സുഖം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലം നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഭാഗ്യം വന്നത് മതി, പക്ഷെ ഈ ദുഃഖത്തിനെ കുറച്ചാൽ നമുക്ക് ഭാഗ്യങ്ങൾ പൂർണ്ണമായി അനുഭവിക്കുവാൻ സാധിക്കും. അപ്പം ദുഃഖങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശനിപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, ശാസ്താപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, കേതുവിനെ നമുക്ക് പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗണപതിയെയും ചാമുണ്ഡി ദേവിയെയും നമ്മൾ ഭജിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വരുന്ന 2024 ചിങ്ങം തുടങ്ങി 2025 കർക്കിടകം വരെ ഒരുപാട് നന്മകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. നമുക്കൊരു സംശയം വരാം, അവിട്ട നക്ഷത്രം ആദ്യം നല്ലത് പറഞ്ഞു, പക്ഷെ അടുത്ത രാശിയിൽ വീണ്ടും അവിട്ട നക്ഷത്രം പറഞ്ഞപ്പോൾ അത് കുറച്ച് ദോഷങ്ങളുള്ളതായി പറഞ്ഞു. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട. അങ്ങനെ പറയുന്ന രണ്ടാമത് എടുത്തു പറയുന്ന നക്ഷത്രങ്ങൾ, അതായത് ഗുണകരമാണെന്ന് ആദ്യം പറഞ്ഞിട്ട് രണ്ടാമത്തെ രാശിയിൽ കൂടി ആ നക്ഷത്രങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ രാശി വെച്ചിട്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ രാശിയിൽ കൂടി ആ നക്ഷത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ദോഷം അതിന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചിന്തിക്കുക, ഗുണങ്ങൾ പൂർണ്ണമായും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല, ദോഷങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ പരിഹാരങ്ങൾ കൂടി നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇത് കേട്ടതിന് ശേഷം ഇതിപ്പം നമുക്കെല്ലാം ഇനിയിപ്പോൾ ഇങ്ങനെ കിട്ടുമെന്നും പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. നമ്മൾ നന്നായി അധ്വാനിക്കുക, നന്നായി പ്രവർത്തിക്കുക, നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ പ്രവൃത്തികളും ശുദ്ധമാക്കി വെക്കുക. എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ദോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞ നക്ഷത്രക്കാർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരും അവരുടെ പ്രവൃത്തികളെ കൂടുതൽ ശുദ്ധമാക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ പറയുന്നത്. ഈ പറഞ്ഞ ദോഷങ്ങൾ അവർക്ക് വരണം എന്നില്ല, അത് വരാതെ ഇരിക്കുവാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങൾ ഉണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഇത് കേട്ടിട്ട് ഇനി അടുത്ത ഒരു വർഷം നമുക്ക് വെറുതെ ഇരുന്നാൽ മതി, എല്ലാം കിട്ടുമെന്നൊരു ചിന്തയോട് കൂടി വന്ന് കിട്ടാനുള്ളത് പോലും കിട്ടില്ല എന്നുള്ളതിന് കുറിച്ച് യാതൊരു സംശയവുമില്ല. പിന്നെ ഒന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്ന സമൂഹ ജീവിയാണ്. അവന് പൊതുവെ പ്രകൃതിയിൽ നിന്നും വരുന്ന ദുരന്തങ്ങൾ, അതായത് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രത്തിനും നമുക്ക് തടുക്കുവാൻ പറ്റുന്നതല്ല, അത് വന്ന് തന്നെ തീരും. അല്ലാതെ ഇപ്പോൾ അടുത്തൊരു പ്രളയം ഉണ്ടാകുന്ന സമയത്തിന് അശ്വതി നക്ഷത്രം, തിരുവോണ നക്ഷത്രമൊക്കെ നല്ലത് പറഞ്ഞിട്ടുണ്ട്. അവര് മാത്രം ജലത്തിന്റെ മുകളിൽ പൊങ്ങി ശ്വാസം കിട്ടി അടുത്തൊരു നാട്ടിലേക്ക് പോയി രക്ഷപ്പെടുമെന്നൊന്നും അല്ല പറയുന്നത്. വന്നു പോയാൽ പ്രകൃതി ദുരന്തം വന്നാൽ ഈ പറഞ്ഞ ഇതൊന്നും നമുക്ക് ഗുണകരമാകില്ല. അങ്ങനെ ഒരു മാറാവ്യാധി വന്നാൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ജീവിക്കാൻ, നമുക്ക് തുടർന്നങ്ങോട്ട് ജീവിക്കാൻ, ഭൂമിയിൽ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഗുണങ്ങളും, ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില ദോഷങ്ങളും വരും എന്നുള്ളത് മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ മാത്രമല്ല, ഈ ഒരുപാട് ജ്യോതിഷികൾ ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ച് പറയുന്നതിന്. പറഞ്ഞപ്പോൾ അങ്ങ് കഴിഞ്ഞു. ഞാൻ പിന്നെ അതിന്റെ ഓരോ ഗ്രഹങ്ങളുടെ സ്ഥാനവും കാര്യങ്ങളും അതും ഇതൊന്നും പറഞ്ഞില്ല. പറയാത്ത കാര്യം എന്ന് വെച്ചാൽ അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. വെറുതെ കേട്ടുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ പാതിയാകുമ്പോൾ നിർത്തിയിട്ട് പോക്കളെ. അപ്പൊ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഈ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ കേതു എവിടെ, സർപ്പൻ എവിടെ, വേഴൻ എവിടെ, ശുക്രൻ എവിടെ, ഒന്നൊന്നും ഞാൻ പറയാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞ്
നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഫലം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ആ ഫലം അറിയുന്നതിനോടൊപ്പം ഈ ഫലങ്ങൾ എങ്ങനെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഞാൻ ഈ എൻ്റെ ഒരു എപ്പിസോഡുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഈ 2024 ചിങ്ങം തുടങ്ങി അടുത്ത 2025 കർക്കിടകം വരെ നമുക്ക് എല്ലാവർക്കും, ഈ ദോഷം പറഞ്ഞ നാളുകാരായാലും ഭാഗ്യം പറഞ്ഞ നാളുകാർക്കായാലും ശരി, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.